ചാവക്കാട് നഗരസഭ ചെയർമാനായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ചാവക്കാടിൻ്റെ ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായിരിക്കും ഈ ഭരണസമിതി കാഴ്ചവെക്കുക. കഴിഞ്ഞ ഭരണസമിതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട പദ്ധതികൾ വളരെ വേഗം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിലെ മുന്തിയ പരിഗണന ടൗൺ ഹാളിനാണ്. നവകേരള സദസ്സ് ചാവക്കാട് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടന്നപ്പോൾ മണ്ഡലങ്ങൾക്കുള്ള വിഹിതം അനുവദിച്ചെന്ന 5 കോടി രൂപ ബഹുമാനപ്പെട്ട MLA ശ്രീ NK അക്ബർ ചാവക്കാട് നഗരസഭയ്ക്ക് ടൗൺ ഹാൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനുവദിച്ചത്. ആ പദ്ധതിയുടെ ഭരണാനുമതി എല്ലാം ലഭിച്ചതാണ്. ഇപ്പോൾ അത് കുറെ കൂടി വിപുലപ്പെടുത്തി 17 കോടി രൂപയുടെ ഒരു പദ്ധതിയായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വളരെ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകും. നഗരസഭ ഓഫീസ് നിർമ്മാണം, പുതിയ നഗരസഭ ഓഫീസ് നിർമ്മാണത്തിനും പ്രധാനപ്പെട്ട ഒരു ഗൗരവപ്പെട്ട ഇടപെടൽ നടത്താൻ ഞങ്ങളെല്ലാം മുൻപന്തിയിലുണ്ടാകും. ട്രഞ്ചിങ് ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു കളിസ്ഥലം, അത് സിന്തറ്റിക് ട്രാക്കോടുകൂടിയ കളിസ്ഥലം ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ത്വരിതഗതിയിലാക്കാനുള്ള പ്രവർത്തനം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ഭവനം ഇല്ലാത്ത ആളുകൾ ഇനിയും ഉണ്ട് എന്ന് ഞങ്ങൾക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ലൈഫ് പദ്ധതിയിൽ അത്തരം ആളുകളെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ ചാവക്കാട് ആശുപത്രിയിൽ വലിയ പുരോഗതിക്ക് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിലിടപെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ കാഷ്വാലിറ്റി ഉൾക്കൊള്ളുന്ന ഒരു ബ്ലോക്കാണ്, 5 നിലയുള്ള ബ്ലോക്കാണ് വരാൻ പോകുന്നത്. അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കും. പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രകടന പത്രികയിൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഏതെല്ലാം പദ്ധതികളാണ് വേഗം പൂർത്തീകരിക്കാൻ കഴിയുക, ആ നിലയിൽ മാനദണ്ഡം വെച്ചുകൊണ്ട് ഒരു ടീമായി നിന്ന് ചാവക്കാട് നഗരസഭയിൽ ഞങ്ങൾ പ്രവർത്തിക്കും. അതിന് കഴിവും പ്രാപ്തിയുമുള്ള ഒട്ടനവധി കൗൺസിലർമാർ ഈ നഗരസഭയിലുണ്ട്. അനുഭവ സമ്പത്തുള്ള കൗൺസിലർമാർ. കൗൺസിൽ എന്ന് പറയുന്നത് ഭരണസമിതിയാണ്, മുനിസിപ്പൽ കൗൺസിൽ. അതിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന വേർതിരിവില്ല. എങ്കിലും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കൗൺസിൽ അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയ വ്യത്യസ്തതയെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി സഹകരണത്തോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വികസനം ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, വ്യാപാരി സമൂഹമുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, പട്ടികജാതി ജനവിഭാഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ചാവക്കാട് നഗരസഭയുടെ ഭരണം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, Chawakad.
പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.